ഇന്നത്തെ കാലത്ത് പറയേണ്ടതില്ല, ആണെന്നോ പെണ്ണെന്നോ ചെറുതെന്നോ വലുതോ ഇല്ലാത്ത രീതിയിൽ എല്ലാവരും അഡിക്ഷൻ അല്ലെങ്കിൽ മൊബൈലിന് അഡിക്ഷനായി മാറിയിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഇപ്പോൾ ആ ഒരു വിഷയത്തിൽ സൈക്കോളജിസ്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു ക്യാപ്സ്യൂൾ മറുപടി, അതായത് 2-3 സെൻറ്റൻസിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വളരെ സന്തോഷവാനായിരിക്കും. അപ്പം പറഞ്ഞ പോലെ ഒബ്വിയസ്ലി അതൊരു മെയിനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ പ്രായം മുതലേ പേരൻസ് കുറച്ച് കെയർഫുൾ ആയിരിക്കണം. പേരൻസും അവരുടെ ഫോൺ യൂസ് കുറച്ച് കൺട്രോൾ ചെയ്യണം. അഡൾട്ട്സിനാണ് കുറേ കൂടെ എളുപ്പം അത് ചെയ്യാൻ, കുട്ടികളെക്കാട്ടും കൂടുതൽ. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം ഏത് ഏജിലെ കുട്ടീൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കണ്ടേ എന്നുള്ളത്. ബിക്കോസ് നമുക്ക് ഇപ്പം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടിക്ക് തന്നെ ഫോണ് കയ്യിലങ്ങ് കൊടുത്ത് വിട്ടേക്കുക. അത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഫോൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ടൈം വെച്ചിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. ആൻഡ് കുറച്ച് വലുതാകുമ്പോഴും ഫോണ് എപ്പോഴാണ് അവർ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ടൈം ആകുമ്പോഴാണ് അവർക്കായിട്ടുള്ള ഫോൺ അവരുടെ കയ്യിൽ കൊടുക്കാൻ പാടുള്ളൂ. സോ ഇത്രയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ റിസർച്ച് വെച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുകയേ ചെയ്യരുതെന്നാണ്. ആക്ച്വലി എൻ്റെ വീട്ടിലൊക്കെ ദാറ്റ്സ് വാട്ട് ഐ ഫോളോ. എൻ്റെ കുട്ടികൾക്ക് 6 വയസ്സ് വരെ കൊടുക്കുകയാണെങ്കിൽ തന്നെ വളരെ സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള കാണിക്കൽ മാത്രം. 6 വയസ്സ് വരെ അവരുടെ കയ്യിൽ കൊടുത്ത് വിടരുത് എന്നാണ് പറയുക. കാരണം അത്രയധികം മീഡിയ ആണ് യൂട്യൂബിലും ഷോർട്സിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടാവുന്നത്. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, കുട്ടികൾ നോക്കുമ്പോൾ വളരെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വീഡിയോസാണ് അവർക്ക് റെക്കമെൻഡഡ് ആയിട്ട് വരുന്നതും അവർ കാണുന്നതും ഒക്കെ. അപ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇൻഫാക്ട് നമ്മൾ വിചാരിക്കും യൂട്യൂബ് കിഡ്സിൽ വളരെ നല്ല കാര്യങ്ങളാണ് വരുന്നത്. യൂട്യൂബ് കിഡ്സ് മഹാപരിതാപകരമാണ്. അല്ല